ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റവല്യൂഷൻസ് ഇൻ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിലെ വിവിധ തരം റവല്യൂഷൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫുഡ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, ഭക്ഷ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ റിലേറ്റഡ് ടു ഫുഡ് പ്രൊഡക്ഷൻ. രണ്ടാമത്തേതാണ് സിൽവർ റവല്യൂഷൻ. സിൽവർ റവല്യൂഷൻ റിലേറ്റഡ് ടു എഗ് പ്രൊഡക്ഷൻ. സിൽവർ റവല്യൂഷൻ അഥവാ വെള്ളി വിപ്ലവം അത് ബന്ധപ്പെട്ടിരിക്കുന്നത് മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. മൂന്നാമത്തേത് ബ്ലൂ റവല്യൂഷൻ. ബ്ലൂ റവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഫിഷ് പ്രൊഡക്ഷൻ. ഫിഷ് പ്രൊഡക്ഷൻ അതായത് മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം എന്നത്. അടുത്തത് ഗോൾഡൻ റവല്യൂഷൻ. ഗോൾഡൻ റവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷൻ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് പഴം പച്ചക്കറിയാണ്. പഴം പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന വാക്ക്. അതിന്റെ റവല്യൂഷൻ ഗോൾഡൻ റവല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റൊന്ന് ഗ്രേ റവല്യൂഷൻ. ഗ്രേ റവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ റവല്യൂഷൻ. അതായത് ചാരവിപ്ലവം അല്ലെങ്കിൽ ക്ഷാരവിപ്ലവം എന്നറിയപ്പെടുന്നത് നമ്മുടെ രാസവള നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. രാസവള നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഗ്രേ റവല്യൂഷൻ. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വൈറ്റ് റവല്യൂഷൻ. വൈറ്റ് റവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു മിൽക്ക് പ്രൊഡക്ഷൻ. ധവള വിപ്ലവം എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിനെ വിളിക്കുക, ധവള വിപ്ലവം. ഓക്കെ, അത് ബന്ധപ്പെട്ടിരിക്കുന്നത് പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? വൈറ്റ് റവല്യൂഷൻ. ഓക്കെ, ധവള വിപ്ലവം. ദെൻ മറ്റൊന്ന് ബ്ലാക്ക് റവല്യൂഷൻ. ബ്ലാക്ക് റവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു പെട്രോളിയം ആൻഡ് ക്രൂഡ് ഓയിൽ. ഓക്കെ, ക്രൂഡ് ഓയിലുമായിട്ടും അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം അതുപോലെ പെട്രോളിയത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പദമാണ് ഏത്? ബ്ലാക്ക് റവല്യൂഷൻ. ദെൻ മറ്റൊന്ന് യെല്ലോ റവല്യൂഷൻ. യെല്ലോ റവല്യൂഷൻ അഥവാ മഞ്ഞ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഓയിൽ സീഡുമായി റിലേറ്റഡ് ആണ്. ഓയിൽ സീഡുമായിട്ട് റിലേറ്റഡ് ആണ് ഏത്? യെല്ലോ റവല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക്സിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റവല്യൂഷൻ. ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. Thank you so much for watching.